കേരള സർക്കാരിന്റെ ഓണം വാരാഘോഷ സമാപന ദിവസം മുഖ്യ അതിഥിയായി ക്ഷണിക്കാൻ അവർ ഉദ്ദേശിക്കുന്നത് ഗവർണർ ആർലേക്കറിനെയാണ്. ഈ ഒരു ചാൻസ് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ അവർ ഒരിക്കലും കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഈ കേരളത്തിന്റെ ഗവർണർ ചാൻസലറായിരിക്കുന്ന ഗവർണറിന്റെയും കേരള സർവകലാശാലയിലെയും ഒരുപാട് തർക്കങ്ങളും പ്രശ്നങ്ങളും നടക്കുന്ന ഈ അവസരത്തിൽ ഗവർണർ അതിന് തയ്യാറാകുമോ? ഇതിപ്പോൾ എന്തിനാണ് ഇത് വിളിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിരുന്നില്ല, ആരിഫ് മുഹമ്മദ് ഖാനെ വിളിച്ചിരുന്നില്ല. മനഃപൂർവ്വം അദ്ദേഹത്തിനെ ഒഴിവാക്കി അപമാനിച്ചു. കാരണം നമ്മുടെ ഒരു അതിഥിയാണ് ഗവർണർ എന്ന് പറയുന്നത്, നമ്മുടെ സംസ്ഥാനക്കാരനല്ല. അപ്പോൾ ഓണത്തിൻ്റെ അതെ, അദ്ദേഹത്തിനെ ഒഴിവാക്കി. കാരണം സാധാരണഗതിയിൽ രാജ്ഭവന് മുമ്പിൽ വലിയൊരു പവലിയൻ സ്ഥാപിച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ ഗവർണർക്ക് കാണാവുന്ന രീതിയിലുള്ള സാധനങ്ങൾ, കസേരകളൊക്കെ ഇട്ടുകൊണ്ട് അദ്ദേഹത്തിനും കുടുംബത്തിനും ഇരുന്ന് കാണത്തക്ക രീതിയിലുള്ള ഒരു സജ്ജീകരണം ഉണ്ടാക്കിക്കൊണ്ട് അവിടെ ആണ് സാധാരണഗതിയിൽ റേസറൊക്കെ വെച്ചിട്ട്, ഉയരത്തിൽ നിന്നാലേ ഇത് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ റേസറൊക്കെ വെച്ചിട്ട് ഈ ഓണാഘോഷത്തിലെ പലതരം കലാപരിപാടികളും ടാബ്ലോകളും ഒക്കെ അവിടെ നിന്ന് നിർത്തി. ഈ പരിചമുട്ടുകളി അങ്ങനെയുള്ള കളികളൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് കുറച്ചു നേരം കളിച്ചതിന് ശേഷമേ പോകും. അതുകൊണ്ട് രാജ്ഭവൻ്റെ മുമ്പിൽ ആൾക്കാർ ധാരാളമായിട്ട് കൂടുകയും ചെയ്യും. വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന കാര്യമാണ്. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഷോകളെല്ലാം നമുക്ക് കുറേ നേരം നിന്ന് കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ സൗകര്യം ലഭിക്കും. പിന്നൊന്ന് മ്യൂസിയം, അതങ്ങനെ പോകും. തുടങ്ങുന്നത് കവടിയാറിൽ. അപ്പോൾ ഇത് രാജ്ഭവൻ അപ്പോൾ ഈ കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. അത് കഴിഞ്ഞിട്ട് വാരാഘോഷം തുടങ്ങുമ്പോൾ തീരുന്ന ദിവസമാണല്ലോ ഈ ഘോഷയാത്ര നടക്കുന്നത്. അപ്പോൾ ആ ദിവസം തന്നെ വൻപിച്ച ഒരു സദ്യയൊക്കെ ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ ചിലവിൽ. ഇതൊക്കെ ഇപ്പോഴാണ് നമ്മളറിയുന്നത്. നമുക്കൊന്നും കിട്ടാത്തത്, ഇവിടെ ഒന്നും കിട്ടിയില്ല എന്നും പറഞ്ഞ് ഇലയിട്ടുകൊണ്ടിരിക്കുക നമ്മൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളിൽ ഗവർണറെ വിളിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ആരിഫ് മുഹമ്മദ് ഖാനെ വിളിക്കാതിരുന്നത്? ഇതേ സർവകലാശാല സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ അഭിപ്രായ വ്യത്യാസം ഗവർണറും ഗവൺമെൻറ്റും തമ്മിലുണ്ടായിരുന്നു. അതിലെ ഗവർണർ നിലപാടെടുത്തു. അതിനെതിരെ പാർട്ടിയുടെ കുട്ടിക്കുരങ്ങന്മാരായി SFIക്കാരെ കൊണ്ട് നിരന്തരമായിട്ടുള്ള ഭീഷണി, വെല്ലുവിളി, ശാരീരിക ആക്രമണം പോലും നടത്തി. അദ്ദേഹത്തിൻ്റെ കാറിന് നേരെ ആക്രമണം ഉണ്ടായി. ഒരു ഭീകരാന്തരീക്ഷം കലാലയങ്ങളിലെല്ലാം കലാപങ്ങളിലൂടെ മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുകയും ചെയ്തു. അത് വലിയ പ്രശ്നമായിട്ട് അദ്ദേഹം നടു റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഫോൺ ചെയ്തു. എനിക്ക് കേരള പോലീസ് സംരക്ഷണം തരുന്നില്ല, അതുകൊണ്ട് അർദ്ധ സൈനിക വിഭാഗം വേണം. PSFകാർ ഇവിടെ വന്നെത്തുകയും അദ്ദേഹത്തെ സംരക്ഷിക്കുകയും ചെയ്തു. അതേ യാത്രയിൽ ഇപ്പോൾ ഓണസദ്യ കിട്ടിയില്ലെങ്കിലും അദ്ദേഹം കോഴിക്കോട് പോയിട്ട് അവിടെ ഏകാന്ത പതികനായിട്ട് ഒരു സംരക്ഷണവും ഇല്ലാതെ കൊണ്ട് അവിടെ മിഠായി തെരുവിൽ പോയി ഉള്ള ഹൽവ കടകളിൽ മുഴുവൻ ഹൽവയും കഴിച്ചു. അപ്പം ഞാൻ വിചാരിച്ച ഇദ്ദേഹത്തിന് ഇനിയും വല്ല പ്രമേഹത്തിൻ്റെ ആധിക്യം വല്ലതും ഉണ്ടാകുന്നു. ഒന്നും ഉണ്ടായില്ല. കൂളായിട്ട് ഇരിച്ചുകൊണ്ട് അദ്ദേഹം മടങ്ങി വന്നു. അങ്ങനെ വെല്ലുവിളിച്ച ഒരു മനുഷ്യൻ, തൻ്റെടിയായിട്ടുള്ള നട്ടലുള്ള ചങ്കൂറ്റമുള്ള അത് വേണമല്ലോ. കോൺഗ്രസ് രാജീവ് ഗാന്ധിയുടെ ശക്തമായ ഗവൺമെൻറ്റിൽ നിന്ന് ഷാബാനു കേസിൽ അത് അട്ടിമറിക്കാൻ, സുപ്രീം കോടതി വിധി അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് വേറെ ബില്ല് നിർമ്മിച്ചതിൽ പ്രതിഷേധിച്ചിറങ്ങിപ്പോന്ന മന്ത്രിസ്ഥാനം പുല്ലുപോലെ വലിച്ചെറിഞ്ഞു പോന്ന ത്യാഗധനനായിട്ടുള്ള ഒരു ആദർശ രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം. അത് ആരെയും കൂസേണ്ട കാര്യമില്ല. അഴിമതിക്കാരനോ അല്ലെങ്കിൽ കുടുംബഭരണത്തിൻ്റെ വ്യക്താവോ ഒന്നും അല്ലല്ലോ അദ്ദേഹം. അതുപോലെ സമാനമായ സാഹചര്യത്തിലാണല്ലോ ഇന്ദിരാഗാന്ധി. അലഹാബാദ് ഹൈക്കോടതിയുടെ വിധിയെ തുടർന്നാണല്ലോ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണല്ലോ പിന്നെ ഒരു നിയമം നിർമ്മിച്ച് ഒരു അടിയന്തരാവസ്ഥയുടെ ഓർഡിനൻസ് സാക്കിർ ഹുസൈനെ കൊണ്ട് ഒപ്പിടുവിച്ചുകൊണ്ട് ഒരു വലിയ ഫക്രുദ്ദീൻ അലി, ക്ഷമിക്കണം, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. ഇത് ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ കൊണ്ട് ഒപ്പിടുവിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ദിരാഗാന്ധി കാണിച്ച് ആ സുപ്രീം കോടതി നിയമവാഴ്ചയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇത് രണ്ടും നടന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രതിഷേധിച്ച് പോന്ന ഒരാളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. രണ്ടര രാഷ്ട്രീയ ഭാവി ഭാഗതയൊന്നും നോക്കാതെ അതേ തൻ്റെ ഇടമായ നിലപാടാണ് ഇവിടെയും എടുത്തത്. ഇവിടെ ഈ രാഷ്ട്രീയം ഉള്ളതല്ല കലാശാലകളെന്ന് അടിവരയിട്ട് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമേ ആരിഫ് മുഹമ്മദ് ഖാനും പറഞ്ഞു. നിങ്ങളുടെ പാർട്ടി ഭരണവും സെൽ ഭരണവും ഒന്നും അവിടെ നടപ്പാക്കണ്ട, അത് ഞാൻ ചാൻസലറാണ്, ഞാൻ തീരുമാനിക്കും, അതിൽ നിങ്ങളുടെ രാഷ്ട്രീയം കൊണ്ടൊന്ന് കലർത്താൻ പാടില്ല. ഈ സന്ദേശം തന്നെയാണ് ഇപ്പോഴത്തെ ഗവർണറായിട്ടുള്ള രാജേന്ദ്ര ആർലേക്കർ നടത്തുന്നത്. ഞാൻ തന്നെയാണ് പറയാൻ ഉദ്ദേശിച്ചത്. അങ്ങേരും നല്ല നട്ടലുള്ള മനുഷ്യൻ തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താന്ന് വെച്ചാൽ നമ്മുടെ കേരള ഗവൺമെന്റ് കളം മാറ്റി ചവിട്ടുകയാണ് സാർ. അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ
ഇപ്പോ അടുത്ത നിയമസഭാ ഇലക്ഷൻസ് വരികയാണ്. ജനങ്ങളുടെ മുമ്പേ നല്ലൊരു ഇമേജ് ഉണ്ടാക്കണം. കാരണം ഇനി ഒരു ചാൻസും കൂടി അവർക്ക് കിട്ടുന്ന അവർക്ക് തന്നെ ഉറപ്പില്ല. ആ ഒരു അവസ്ഥയില് നമ്മൾ ഗവർണറിനെയും കൂടി അടച്ചു നിർത്തിയില്ലെങ്കിൽ പണി കിട്ടും എന്നുള്ളൊരു നല്ലൊരു ബോധമുള്ളതുകൊണ്ട് ആണ് അതും കൂടി അവരുടെ മനസ്സിലുള്ളതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു നീക്കത്തിന് അവര് മുതിരുന്നത് അല്ലേ? അല്ല, സത്യം പറഞ്ഞാൽ അത് വല്ലാത്തൊരു വെട്ടിലായിരിക്കുക ഗവൺമെന്റ് ഇപ്പോ. ഈ അനിൽകുമാർ എന്ന് പറയുന്ന വ്യാജ രജിസ്ട്രാർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ജോലി പോയി, പണി പോയി. പാർട്ടിയുടെ സിൻഡിക്കേറ്റും ഇൻഡിക്കേറ്റും എല്ലാം കൂടെ വിചാരിച്ച് ഉന്തിക്കയറ്റാൻ വീണ്ടും അദ്ദേഹത്തെ എന്നാണ് വിചാരിച്ചത്. ആ പരിപാടി ഭീഷണിക്ക് മുമ്പിൽ ഇദ്ദേഹം വഴങ്ങിയില്ല, മുട്ടുമടക്കാതെ നിന്നു, ഒരു നല്ല RSSകാരനെ പോലെ. അതേസമയം കുറച്ച് ഫെയിം ആൻഡ് ഫെയർ ആയിരുന്നു ഇദ്ദേഹം. ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ഇങ്ങനെ പെട്ടെന്ന് റിയാക്ട് ചെയ്യത്തില്ല. ഹി വാസ് ഓൺലി റെസ്പോണ്ടിങ്, ഹി വാസ് നെവർ റിയാക്ടിങ്. അതാണ് വ്യത്യാസം. ആരിഫ് മുഹമ്മദ് ഖാൻ വാസ് റിയാക്ടിങ്, ബട്ട് ദിസ് ഗവർണർ ഈസ് ഓൺലി റെസ്പോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ കഠിനമായ വാക്കുകൾ ഉപയോഗിച്ചോ പ്രതികരിച്ചിട്ടില്ല. വിനിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കാര്യങ്ങൾക്കെല്ലാം ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു എന്നുള്ളതാണ് സത്യം. ഇതാണ് ഒരു ഗവർണർ ചെയ്യേണ്ടത്, ഭരണപരമായിട്ടുള്ള ഉത്തരവാദിത്വം ചെയ്യേണ്ടത്. ആദ്യം മണിയടിക്കാൻ നോക്കി, വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹത്തെ ചുവപ്പ് പരവതാനിയൊക്കെ വിചാരിച്ച് സ്വീകരിച്ച് ആചാര മര്യാദകളോട് കൊണ്ടുവന്നു. എന്നിട്ട് ക്ലിഫ് ഹൗസിൽ അദ്ദേഹത്തിന് സൽക്കാരം, ബ്രേക്ക്ഫാസ്റ്റ് സൽക്കാരം ഏർപ്പെടുത്തി. അത് കഴിഞ്ഞ് മന്ത്രിമാരൊക്കെ അങ്ങോട്ട് പോകാനും ലോഹ്യം പറയാനും വകുപ്പുകളുടെ കാര്യം പറയാനും ഒക്കെ തുടങ്ങി. ഇതുകൊണ്ടൊന്നും ഫലമില്ല. അദ്ദേഹം രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം കുറയ്ക്കാൻ തന്നെ തീരുമാനിച്ചു. അതാണ് നമ്മുടെ സർവകലാശാലകളെ വഷളാക്കുന്നതും നമ്മുടെ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകാൻ ഇടയാക്കുന്നതും. അവിടെ നിന്നും ഇത്രയും രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമില്ല. തമിഴ്നാട്ടിലുണ്ട് തൊട്ടടുത്ത്, അവിടെ പോലുമില്ല രാഷ്ട്രീയ അതിപ്രസരം. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം, ഒരു അക്കാഡമിക് ആംബിയൻസ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണിത്. അല്ലാതെ അദ്ദേഹം BJPക്ക് ഇതുകൊണ്ട് നേട്ടം ഉണ്ടായിട്ടൊന്നും ചെയ്യുന്ന കാര്യങ്ങളല്ല. ഭാരത് മാതാവിൻ്റെ ഒരു പടം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്താ ഇത്ര ഹാലിളകാൻ കാര്യം? എന്താണ്? അശ്ലീല ചിത്രം വല്ലതും ആണോ? സിനിമയുടെ പോസ്റ്ററാണോ? അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പടമാണോ? അഭിനേന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്ന രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ബന്ധുവായിട്ട് ഒരാൾ വരച്ച ഒരു ചിത്രത്തിൻ്റെ പുനരാവിഷ്കാരമാണിത്. ഇത് നിങ്ങൾ ഇതിന് നേരെ എന്തിനാ ഹാലിളക്കുന്നത്? എമ്പുരാൻ പോലുള്ള ചിത്രങ്ങൾ വല്ലതും ആണോ ഇവിടെ പ്രദർശിപ്പിച്ചത്? അല്ലല്ലോ. കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുകയായിരുന്നു. അതാണ് നിങ്ങളുടെ എതിർപ്പ്. നിങ്ങളുടെ ഹിന്ദു വിരുദ്ധത അവിടെ പ്രകടമാവും. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തല്ലേ നിങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന സ്വത്വത്തിനോട്, അതിൻ്റെ പ്രതീകാത്മകമായ ഒരു ചിത്രത്തിനോട് നിങ്ങൾക്ക് അല്പം ബഹുമാനം ഉണ്ടാവണ്ടേ? ഈ സ്വന്തം അമ്മയോട് തോന്നുന്ന ബഹുമാനം, അതിൻ്റെ ഒരു പ്രതീകം തന്നെയാണിത്. സ്വന്തം അമ്മയോട് നമുക്ക് ബഹുമാനം ഉണ്ടാവില്ലേ? ആ ബഹുമാനം തന്നെയാണ് ഇതിൽ കൂടി പ്രതിഫലിക്കേണ്ടത്. അതിൻ്റെ പ്രതീകാത്മകമായ ആവിഷ്കാരമാണത്. അല്ലാതെ ഷക്കീലയുടെ പടമൊന്നും അല്ലല്ലോ വരുന്നത് നിങ്ങൾ ഇത്ര പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രമാത്രം പ്രതിഷേധിക്കുന്നത് എന്തിനാണെന്ന്. ചുമ്മാ അത് ഉടനെ ഇറങ്ങിപ്പോവുക, അപമാനിക്കുക, ഇതൊക്കെ ചെയ്ത അവസാനം എന്തു വന്ന് ഇദ്ദേഹം കൂളായിട്ട് അവിടെ ഇരുന്നു. എന്നിട്ട് ഈ മന്ത്രിമാർക്ക്, മന്ത്രി R ബിന്ദുവിനും P രാജീവിനും അവിടെ ചെന്ന് ഇത് അവതരിപ്പിക്കും, മണിയടിക്കാൻ നോക്കി. അവിടെ എന്താ കാര്യം? രജിസ്ട്രാറെ ഒന്ന് തിരിച്ചെടുക്കണം. ഒരു രക്ഷയില്ല. കോടതി പറഞ്ഞു നിങ്ങൾ രാഷ്ട്രീയമൊന്നും കളിക്കണ്ട, VC ആണ് ഇത് പറയേണ്ടത്, സിൻഡിക്കേറ്റ് അല്ല ഇത് തീരുമാനിക്കേണ്ട. VCയുടെ തീരുമാനം. സിൻഡിക്കേറ്റിന് അതിനെ മറികടക്കാനൊന്നും അവകാശമില്ല. നിങ്ങളുടെ പാർട്ടിക്കാരായതുകൊണ്ട്. അനിൽകുമാർ വിചാരിച്ച സിൻഡിക്കേറ്റ് പാർട്ടിക്കാരല്ലേ, അപ്പോൾ അവരിപ്പോൾ നേരെ ഉടനെ ജോലി അങ്ങ് വാങ്ങിച്ചു കൊടുക്കും എന്നാ വിചാരിച്ച. പുറത്തുള്ളവും പുറത്ത് തന്നെ. അങ്ങനെ അയാൾ VCയെ ധിക്കരിച്ചുകൊണ്ട്, നമ്മുടെ മേലധികാരിയെ ധിക്കരിച്ചുകൊണ്ട് നമുക്ക് ഒരു രജിസ്ട്രാറായിട്ട് ഇരിക്കാൻ പറ്റുമോ? ഭരിക്കാൻ പറ്റുമോ? കാർ എടുക്കരുതെന്ന് പറഞ്ഞാൽ കാറും എടുത്തുകൊണ്ട് പോയി. മോഷണമല്ലേ അത്? അനധികൃതമായിട്ട് കാർ എടുത്തുകൊണ്ട് പോകുന്നത്. SFIക്കാർ കുറേ പേര് ചുറ്റുമുണ്ടെന്നും പറഞ്ഞ് മതിൽ കടന്ന ക്യാമ്പസിനകത്ത് വരരുതെന്ന് പറഞ്ഞു. VC ആണ് അതിൻ്റെ മുഴുവൻ അധികാരമുള്ളത്. അല്ല പാർട്ടി സെക്രട്ടറി അല്ല ഭരിക്കുന്നത്. പാർട്ടി സെക്രട്ടറി പറയണമെങ്കിൽ AKG സെക്രട്ടറി മതി. ഇവിടെ ഭരിക്കേണ്ടത് VC ആണ്. VC പറയുന്നത് കേൾക്കണം. AKG സെൻറ്ററിലെ ഇപ്പോൾ അവിടുത്തെ MV ഗോവിന്ദൻ പറയുക ഒരു കാര്യം, അതിനപ്പുറം എന്തെങ്കിലും നടക്കുമോ? നിങ്ങൾ ഇങ്ങോട്ട് കയറരുതെന്ന് പറഞ്ഞാൽ നമ്മളങ്ങോട്ട് കയറിയാൽ മുട്ടുതല്ലി ഓടിക്കുമോ? ഇയാൾ കയറി. ആ സിൻഡിക്കേറ്റ് യോഗം അലങ്കോലമാക്കിക്കൊണ്ട് കുറേ പേര് അവിടുത്തെ അന്ന് ചാർജ് ഉണ്ടായിരുന്ന രജിസ്ട്രാറുടെ ധിക്കരിച്ചുകൊണ്ട് അവരിറങ്ങിപ്പോയപ്പോൾ ഒരു പ്രമേയം, കള്ളപ്രമേയം എന്നല്ലേ അതിനെ പറയാൻ പറ്റൂ, ലെജിറ്റിമേറ്റ് അല്ലാത്ത പ്രമേയം, ഇല്ലീഗലായിട്ട് പ്രമേയം പാസ്സാക്കി അതിൻ്റെ ബലത്തിൽ കോടതി ചെന്നു. കോടതി അപ്പോൾ ചോദ്യം ചെയ്തു. VC ആണ് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അനിൽകുമാർ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് കോടതിയിൽ നിന്ന്. അയ്യോ എനിക്ക് കേസില്ല എന്നും പറഞ്ഞു. എന്നിട്ട് ഇവിടെ വന്നിട്ട് ആൾബലം കാണിച്ചുകൊണ്ട്, തിണ്ണമടക്ക് കാണിച്ചുകൊണ്ട് അവിടെ ആ കസേരയിലിരിക്കാൻ ചെന്നു.
ഗവർണർ കൂളായിട്ട് പറഞ്ഞു, VC-യും കൂളായിട്ട് പറഞ്ഞു ഞങ്ങളിത് അംഗീകരിക്കുന്നില്ല. അത് തന്നെയാണ് സത്യം. ഈസ് നോട്ട് എ രജിസ്ട്രാർ നൗ. ആ രജിസ്ട്രാർ ആക്കി അദ്ദേഹത്തെ ഇനിയിപ്പോൾ ഗവർണർ വിചാരിച്ചാലേ നടക്കൂ. VC-ക്ക് മുകളിലുള്ള ഗവർണറാണ്. ആ കാല് പിടിക്കാൻ ചെന്നതാണ് അവിടെ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഓണസദ്യയൊക്കെ ഒന്ന് കൊടുത്ത് മദ്യം കഴിക്കത്തില്ല, അല്ല അഞ്ജനെ മദ്യം കഴിക്കത്തില്ല, മുറുക്കാൻ ഇല്ല, സിഗരറ്റ് വലിക്കത്തില്ല, അങ്ങനൊന്നും പ്രീതിപ്പെടുത്താൻ പറ്റില്ല. സ്ത്രീ വിഷയങ്ങളിൽ താല്പര്യമില്ല, തനി RSSകാരനാണ്. അപ്പൊ ഇതുകൊണ്ടൊന്നും പ്രീതിപ്പെടുത്താൻ പറ്റാത്തത് ഓണസദ്യയൊക്കെ കൊടുത്ത് സാരമെല്ലാം ജനങ്ങളുടെ ചെലവിലല്ലേ, പണ്ടുണ്ടല്ലോ ഇഷ്ടം പോലെ, സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് പറയുന്നെങ്കിലും. അപ്പൊ അത് നല്ലൊരു സദ്യ ഒരുക്കി ഇഷ്ട വിഭവങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒന്ന് കൊടുത്ത് എന്നാ വിചാരിച്ചിരിക്കുന്നത്. അതെ, ചിലപ്പോൾ ഇനി എനിക്ക് പേടി ഇതിനകത്ത് വല്ല മയക്കുമരുന്നും ചേർത്തുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ടൊരു പേപ്പറും കൊടുത്ത് ഒപ്പിടിപ്പിച്ച് കളയുന്ന ഒരു ഘട്ടം വരെയാ. കാരണം നിൽക്കക്കള്ളിയില്ല അനിൽകുമാറിന്. അയാൾ വീണ്ടും കേസുമായിട്ട് പോയിരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയുമ്പോൾ തൊട്ടം ആശയക്കുഴപ്പത്തിലായി.